തിരുവനന്തപുരം വർക്കലയിൽ ദേശീയ ജലപാത നിർമ്മാണത്തെ തുടർന്ന് ദുരിതത്തിലായിരിക്കുകയാണ് നടയറ ശിവഗിരി നിവാസികൾ. ശക്തമായ മഴയിൽ കനാലിന്റെ കരയിടിഞ്ഞ് 10ഓളം കുടുംബങ്ങളുടെ വീടുകൾ തകർച്ചാ ഭീഷണിയിലാണ്. ദുരിതം പടിവാതിക്കൽ വന്നു നിന്നിട്ടും നഗരസഭാ അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം. വലിയൊരു ദുരന്തത്തിന്റെ നിഴലിലാണ് വർക്കല നടയറ ശിവഗിരി നിവാസികൾ. പശ്ചിമതീര കനാൽ വികസനത്തിന്റെ ഭാഗമായി ഇവിടെ നടക്കുന്ന ജലപാത നിർമ്മാണമാണ് 10ഓളം കുടുംബങ്ങളുടെ ജീവിതം വഴിമുട്ടിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത ശക്തമായ മഴയെ തുടർന്ന് ജലപാതയുടെ കരകൾ വൻതോതിൽ ഇടിഞ്ഞു താഴുകയായിരുന്നു. നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പൈലിംഗ് നടത്തിയപ്പോൾ തന്നെ സമീപത്തെ വീടുകളുടെ ഭിത്തികളിൽ വലിയ വിള്ളലുകൾ വീണിരുന്നു. ഇപ്പോൾ മഴ കനത്തതോടെ വീടുകളുടെ അടിത്തറ വരെ ഇടിഞ്ഞു താഴുന്ന നിലയിലാണ്. ഇവിടെ താമസിച്ചിട്ട് 30-35 വർഷമായി. ഞങ്ങൾ ഈ ആറ്റിൻ്റെ ഫില്ലർ വന്ന് ആക്കിയതിന് ശേഷമാണ് വീട്ടിന് കുളവ് വന്നത്. അതിനുശേഷം ഈ കുളപ്പുണ്ടായി. അത് നമ്മൾ മുനിസിപ്പാലിറ്റി വിളിച്ച് പറഞ്ഞ് അവിടെ നിന്ന് സാറ് വന്നായിരുന്നു, കൗൺസിലറൊക്കെ വന്നായിരുന്നു, നോക്കിയിട്ട് പോയി. പിന്നെ ഇതുവരെ ഒന്നുമില്ല. ഇന്നലത്തെ ഒറ്റ മഴയിൽ അത് മൊത്തം ഇടിഞ്ഞു വീണു. പ്രദേശത്തെ 11 kV ഇലക്ട്രിക് പോസ്റ്റുകൾ കനാലിലേക്ക് പിഴുതു വീണിട്ടും ഭാഗ്യം കൊണ്ട് മാത്രമാണ് വലിയ ദുരന്തം ഒഴിവായത്. വയോധികരും പിഞ്ചുകുട്ടികളും അടങ്ങുന്ന കുടുംബങ്ങളാണ് ഈ വീടുകളിൽ ഭീതിയോടെ കഴിയുന്നത്. ഇനിയൊരു മഴ കൂടി പെയ്താൽ തങ്ങളുടെ തല ചായ്ക്കാനുള്ള ഇടം കനാലിലേക്ക് പതിക്കുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ. ഇനി എപ്പോഴാണ് ഏത് സമയത്താണെന്ന് അറിയാൻ വയ്യ. ഈ വരുന്ന പെരുമഴ വെള്ളം അത്രയും ഇങ്ങോട്ട് ആറ്റിലോട്ട് മറിഞ്ഞുകൊണ്ടിരിക്കണം. മോളിൽ വരുന്ന വെള്ളം എല്ലാം കൂടെ വന്നുകൊണ്ടിരിക്കണം. ഇത് പൊട്ടലും കാര്യങ്ങളായിട്ട് കിടക്കുകയാണ്. രാത്രി എപ്പോഴാണ് എന്താണ് സംഭവിക്കുന്നതെന്ന് ആർക്കും അറിഞ്ഞില്ല. അതിന് എന്താണ് ഒരു വഴിയെന്നുള്ള ഗവൺമെൻറ് തീരുമാനിച്ചിട്ട് ഉടനെ എന്തെങ്കിലും ഒരു നടപടി കിട്ടിയേ പറ്റും. ഇത് 6 ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 6 ഇടിഞ്ഞെന്ന് പറയും. ഇന്നലെ രാത്രി ഒരു പോസ്റ്റ് വീണ് പല വീട്ടിലും തീ പിടിക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. രാത്രി അറിയിപ്പിക്കേണ്ട ആൾക്കാരെയൊക്കെ ഞങ്ങൾ അറിയിപ്പിച്ചു കഴിഞ്ഞ് അവിടെ ഇലക്ട്രിസിറ്റി ആൾ വന്നു. പിന്നെ താഴെ എനിക്ക് കനാലിലുള്ള ഒരു വീടുണ്ടായിരുന്നു. പൈസ തരാമെന്ന് പറഞ്ഞ് എൻ്റെ അവർ പേപ്പർ ഉൾപ്പെടെ എൻ്റെ അത് മേടിച്ചുകൊണ്ട് പോയിട്ട് 3 പ്രാവശ്യം ഞാൻ മുനിസിപ്പാലിറ്റിയിൽ എഴുതി കൊടുത്തു. അതിൻ്റെ പേപ്പർ എല്ലാം കാണിച്ചിട്ടുണ്ട്. എല്ലാവരും 1 രൂപ സർക്കാരിൽ നിന്നും കിട്ടിയിട്ടില്ല, മുനിസിപ്പാലിറ്റിയിൽ നിന്നും കിട്ടിയിട്ടില്ല. അപകടാവസ്ഥ ബോധ്യപ്പെടുത്തിയിട്ടും വർക്കല നഗരസഭയുടെ ഭാഗത്തു നിന്നും യാതൊരുവിധ നടപടിയും ഉണ്ടാകുന്നില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. അധികൃതർ അടിയന്തരമായി ഇടപെട്ട് സുരക്ഷാ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ 10ഓളം കുടുംബങ്ങൾ വർക്കല നഗരസഭയ്ക്ക് മുന്നിൽ അനിശ്ചിതകാല സമരം നടത്താനാണ് നാട്ടുകാരുടെ തീരുമാനം. ഞാൻ കൊച്ചുങ്ങളായിട്ട് ഒന്നും പോകാതെ ഇത് കണ്ടീഷനിൽ കിടക്കുകയാണ്. എന്ത് ചെയ്യണമെന്നൊന്നും അറിയാൻ മേത്ത രീതിക്കാണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പോൾ വീട് പൊട്ടലായി, വീട്ടിൽ തന്നെ താമസിക്കാറില്ല, രാത്രി കിടക്കാൻ പോലും ഒക്കുന്ന രീതിയിലല്ല ഇപ്പോൾ കിടക്കുന്നത്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം. KV Memorial English Medium School near St. Mary's Canning Center, MC Road, Adur. Classes play class to standard 4. Our specialties: quality education, smart class, music, dance and yoga, molding future generation, kids loving passionate teachers, vehicle facility available, an integrated package at affordable cost. KV Memorial English Medium School near St. Mary's Canning Center, MC Road, Adur. Email kvmenglishmediumschool@gmail.com. Web kvmems.in. Learn every moment. Live long life.